ഹലോ, സോ വെൽക്കം ടു എ ഡേ ഇൻ അമ്മ വീട്. ഇവിടെ ആവുമ്പോഴേ രാവിലെ എണീറ്റ് ആ ഉമ്മറത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇന്നൊരു സൺഡേ ആണ്. രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടും കടലക്കറിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള ചെറിയ ചെറിയ പണികൾ നോക്കുമായിരുന്നേ. ഇന്നാവുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ചിക്കൻ പൊരിച്ചതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വില്ലേജിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് പോയൊരു ദിവസമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ 3-4 ദിവസം മുൻപ്. നമ്മൾ കസിൻസ് വെക്കേഷൻ ടൈമിലാട്ടോ കൂടുതൽ കാണാൻ പറ്റുന്നത്. ഈ വെക്കേഷന് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ സച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ വരാമെന്ന്. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ വരുന്നിട്ട്. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം നമുക്കൊരു വാല്യൂ തരുന്നതുകൊണ്ടാണല്ലോ അവർ നമ്മളടുത്തേക്ക് വന്നത്. അപ്പം അങ്ങനെ വന്ന പാടിയ ഉണ്ണിമോള് അമ്മമ്മേനോട് മേമീൻ്റെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ മേമീനെ വിളിച്ചു. പിന്നെ ദാ നിച്ചുട്ടൻ ടൂറ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ ഇതവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇതാ കടയിൽ പോയപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിയതിൻ്റെ കഥയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവരിതാ വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ജിത്തുമാമൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ആട്ടോ, ജിനുമാമനും ജിത്തുമാമനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങൾക്കാണെങ്കിൽ കുറേ മാമന്മാരുണ്ട് ഇവിടെ. വീട്ടിൻ്റെ അടുത്ത് തന്നെ ജിഷ്ണുമാമനൊക്കെ ആയിട്ട് കുറേ മാമന്മാരുണ്ട്. പിന്നെ ഇതാ ഒരാൾ കുളിച്ച് സുന്ദരിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ മെയിനായിട്ട് ചെണ്ട ഞാനാണ് കേട്ടോ. എല്ലാവരും അതെ, നിച്ചു ആയാലും സച്ചു ആയാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കൊട്ടും. അപ്പോൾ ഇത് അമ്മമ്മ വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. ബിജെപിക്ക് വോട്ട് ചെയ്തിട്ട് വരാട്ടാ. അപ്പൊ താമരക്ക് വോട്ട് ചെയ്യണം കേട്ടോ. താമരക്ക് വോട്ട് ചെയ്തിട്ട് വരണം കേട്ടാ. ഓക്കെ അല്ലേ? താമരക്കന്നെ ചെയ്യൂലേ? വേറെ ആർക്കും ചെയ്യരുത്. ചെയ്യണം. ഇതൊക്കെ ചുമ്മാ കോമഡിക്ക് പറയണതാട്ടോ. പിന്നെ ഈ ഒരു മരല്ലേ, ഇതിന് കുറേ കഥകൾ പറയാനുണ്ടാവേ. സൈഡിൽ ഞങ്ങൾ ബസ് കഴിക്കുമായിരുന്നു ഗൈസ്. ചെറിയ കുട്ടികളുടെ സമയത്ത് ഇവിടെ ഇങ്ങനെ ബസ്. കുട്ടിക്കാലത്ത് കുറേ അധികം ഓർമ്മകൾ ഉള്ളതും ഇവിടെ തന്നെ കേട്ടോ. അതൊക്കെ ഒരു കാലം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇതാ ഉണ്ണിമോൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാൻ ആട്ടോ നടക്കുന്നത്. വണ്ടി ഓടിക്കാൻ അറിയാത്ത നിച്ചു ഫസ്റ്റ് ടൈം ഡ്രൈവ് ചെയ്യുന്നു ഗൈസ്. പോട്ടെ പോട്ടെ. You can, Nichu. ഒക്കെ തീരുമാനമായി ഗൈസ്. അങ്ങനെ അതിന്റെ കാര്യം തീരുമാനമായപ്പോൾ അമ്മമ്മയും ലീനാൻറ്റി ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ എല്ലാവരും തിരിച്ചെത്തിയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കായിരുന്നേ. പിന്നെ നമ്മൾ പോകുമ്പോഴേ പൂരം വറുത്തത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണ് പറയാനുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്നാണ് മെയിനായിട്ട് അത് ഉണ്ടാക്കാറ്. അമ്മമ്മയും ആൻറ്റിയൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. അപ്പോൾ അതുണ്ടാക്കുന്ന പണിയിലാട്ടോ എല്ലാവരും. അങ്ങനെ ആ പണികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും സച്ചുനും ഉണ്ണിമോൾക്കും പോകാൻ വേണ്ടി ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബായൊക്കെ പറഞ്ഞു പോയി. പിന്നെ ചെറിയ മാമന് 2 പോത്തുകുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാനും ജസ്റ്റ് കൂടെ പോയി നോക്കിയതായിരുന്നു. ആണെങ്കിൽ കുറേ മാവ് പിന്നെ അങ്ങനെ പല നെല്ലിക്ക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ മാങ്ങ പറിക്കാൻ വേണ്ടി പോയി. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വിളക്കെത്തിക്കാൻ വേണ്ടി സമയമായപ്പോൾ ആ വിളക്കൊക്കെ വെച്ചു. പിന്നെ നമ്മളിതാ കടലിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെയാണെങ്കിൽ ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ പുഴയൊക്കെ ആയിട്ട് നല്ല രസാട്ടോ. പണ്ട് ഞങ്ങൾ അമ്മച്ച ആ കാണുന്ന ബോട്ടിലെ അതുപോലത്തെ ഒരു ബോട്ടിലായിരുന്നു സത്യം. എന്നിട്ട് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, അമ്മ മീൻ കറി വെക്കൂലേ, അപ്പൊ നമ്മള് വെറും ഉള്ളിട്ട് മസാല കറി വെക്കൂല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും തട്ടിക്കൂട്ടി വെക്കുമ്പോൾ അമ്മ എപ്പോഴും പറയും അമ്മച്ച ബോട്ടിൽ പോയിട്ട് അവർ ഫുഡൊക്കെ അവിടെയുള്ള ഉണ്ടാക്കാം. അപ്പൊ അമ്മച്ച ബോട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും അങ്ങനെ തട്ടിക്കൂട്ടി മീൻ കറി വെക്കുമല്ലോ. എന്നിട്ട് അമ്മച്ച ബാക്കിയുള്ളത് ആന്റിമാർക്ക് കൊണ്ട് കൊടുക്കണൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ നോക്കിയേ. അപ്പോഴേക്കും ബൈ.